അതുകൊണ്ട് തന്നെ എല്ലാം തന്ത്രി എന്തോ ഒരു കൊലപാതകം ചെയ്ത വ്യക്തിയാണ് എന്ന് വരുത്തി തീർത്ത് ഇപ്പോഴത്തെ മന്ത്രിയെയും മുൻ മന്ത്രിമാരെയും രക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഞങ്ങൾ തുറന്ന് എതിർക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഇതുവരെയായിട്ട് കുറ്റപത്രം സമർപ്പിക്കാനോ ശക്തമായ നിലപാട് സ്വീകരിക്കാനോ SITക്ക് കഴിഞ്ഞിട്ടില്ല. പകരം അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2017 അവിടുത്തെ കൊടിമരത്തിലെ കുതിരയുടെ രൂപം അത് മാറ്റിയതിനെക്കുറിച്ച് ഒരു വിവാദം, അത് തന്ത്രിക്ക് കൈമാറിയതിനെക്കുറിച്ചാണ് വിവാദം. പക്ഷെ ഇവിടെ ആ പാചവാഹനം തന്ത്രിയുടെ വീട്ടിൽ തന്നെയുണ്ട്. അത് തന്ത്രി ആർക്കെങ്കിലും വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്തിട്ടില്ല. 2012 ഒരു ഓർഡറിൻ്റെ പേരിലാണ് ചിലരൊക്കെ തർക്കം ഉന്നയിച്ചിട്ടുള്ളത്. 2012 സർക്കാർ ഉത്തരവല്ല, ദേവസ്വം കമ്മീഷണർ ഉത്തരവാണ്. അതായത് ഈ റിമൂവ് ചെയ്യുന്ന വസ്തുക്കൾ എന്താണോ അത് സ്ട്രോങ് റൂമിൽ വയ്ക്കണം എന്നുള്ളത്. എന്നാൽ അതേസമയത്ത് എല്ലാം സ്ട്രോങ് റൂമിൽ വയ്ക്കാൻ കഴിയില്ല. ഇപ്പോൾ കൊടിമരത്തിൻ്റെ മരം അത് ശാസ്ത്രീയമായിട്ട് ദഹിപ്പിക്കണം എന്നാണ് നിയമം, താന്ത്രിക നിയമം. അതുപോലെ തന്നെ ചില വസ്തുക്കൾ കടലിലൊഴുക്കേണ്ടി വരും. ഇതൊന്നും സ്ട്രോങ് റൂമിൽ വയ്ക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ഈ ആര്യവാഹനം തന്ത്രിക്ക് കൈമാറുകയും തന്ത്രി അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്യും. അത് അദ്ദേഹം വിൽക്കുകയോ മറ്റെന്തെങ്കിലും കച്ചവടം നടത്തുകയോ ചെയ്തിട്ടില്ല. എന്നാൽ സ്ട്രോങ് റൂമിൽ വെച്ച പല സാധനങ്ങളും അടിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. സ്ട്രോങ് റൂം ഇപ്പോൾ ഒട്ടും സ്ട്രോങ് അല്ലാത്ത മുറിയാണ് ദേവസ്വത്തിൻ്റെ. അപ്പോൾ ഇവിടെ ഒരു വിവാദം, ഇന്ന് മാത്രമല്ല ഹൈക്കോടതി അംഗീകരിച്ചായിട്ട് ഇന്ന് വാർത്ത വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് 2019 സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറയുമ്പോൾ 2017 പോകുമ്പോൾ ഞങ്ങൾക്കൊരു കേസ് അന്വേഷിക്കുന്നതിൽ ഞങ്ങൾക്കൊരു വിരോധമില്ല. പക്ഷേ അതിൻ്റെ മറവിൽ 2019 സ്വർണ്ണക്കൊള്ള നടത്തിയത് രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇപ്പോൾ SITയെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് സംശയമുണ്ട്. ഇന്നലെ ഞങ്ങൾ SITനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയും ജയിലിൽ കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം SITയുടെ മേലെ സർക്കാർ സംവിധാനങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അത് കടകംപള്ളി ഉൾപ്പെടെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം തന്ത്രി എന്തോ ഒരു കൊലപാതകം ചെയ്ത വ്യക്തിയാണ് എന്ന് വരുത്തി തീർത്ത് ഇപ്പോഴത്തെ മന്ത്രിയെയും മുൻ മന്ത്രിമാരെയും രക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഞങ്ങൾ തുറന്ന് എതിർക്കുക തന്നെ ചെയ്യും.